പി വി അൻവർ എം.എൽ.എക്കെതിരെ എം.ആർ. അജിത് കുമാർ. തനിക്കെതിരെ ഉയരുന്ന ആക്ഷേപങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് അജിത് കുമാർ DGPക്ക് മൊഴി നൽകി. തനിക്കെതിരെ ബാഹ്യശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്വത്തുവിവരങ്ങളെല്ലാം അന്വേഷണ സംഘത്തിന് നൽകുമെന്നും ADGP പറഞ്ഞു. അതേസമയം ADGP എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാകും. പി വി അൻവർ എം.എൽ.എ ഉയർത്തിയ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ടാണ് ADGP എം.ആർ. അജിത് കുമാറിന്റെ മൊഴിയെടുത്തത്. തനിക്കെതിരായ പരാതിക്കും ആക്ഷേപങ്ങൾക്കും പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് എം.ആർ. അജിത് കുമാർ DGPക്ക് മൊഴി നൽകി. തീവ്രവാദ ബന്ധമുള്ള സ്വർണ്ണക്കടത്ത് മാഫിയകൾക്കെതിരെ നടപടിയെടുത്തതിന്റെ പകയാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ. നിരപരാധിത്വം തെളിയിച്ചാൽ ആക്ഷേപമുയർത്തിയവർക്കെതിരെ നടപടി വേണമെന്നും താൻ നൽകിയ കത്തിലെ വിവരങ്ങൾ അന്വേഷിക്കണമെന്നും അജിത് കുമാർ DGPയോട് ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും അജിത് കുമാറിന്റെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. അൻവറിന്റെ പരാതിയുടെ വിശദാംശങ്ങളും അജിത് കുമാറിന്റെ മൊഴിയും ചേർത്തുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് DGP നേരിട്ട് മുഖ്യമന്ത്രിക്ക് നൽകും. ഫോൺ ചോർത്തൽ, പരാതികളും കേസുകളും അട്ടിമറിക്കൽ തുടങ്ങി അൻവർ രേഖാമൂലം നൽകിയ പരാതികളെല്ലാം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. ഇതിനിടെ അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം ശുപാർശ നൽകിയിരുന്നു. കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണമടക്കം പരിശോധിക്കണമെന്നതായിരുന്നു അൻവറിന്റെ പരാതി. ശുപാർശ വിജിലൻസ് മേധാവിക്ക് കൈമാറുന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കും. ജനം, തിരുവനന്തപുരം.